യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇനി കനത്ത തിരിച്ചടി തന്നെയായിരിക്കും. മാത്രമല്ല, ഇനി ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള വിട്ടുവീഴ്ചകളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. ഏത് നിമിഷവും അത് സംഭവിക്കാം. ഞങ്ങൾ എല്ലാം കൊണ്ടും സജ്ജമാണെന്ന് പറഞ്ഞ് യുഎസിനെ വിറപ്പിച്ചുകൊണ്ട് ഇറാൻ തന്റെ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു കടുത്ത യുദ്ധഭീതി ഉയർത്തിക്കൊണ്ടാണ് യുഎസിന് ഈ ഒരു കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് ഇറാൻ നൽകുന്നത്. അമേരിക്കയും ഇസ്രയേലും തങ്ങൾക്കെതിരെയുള്ള ശത്രുപരമായിട്ടുള്ള നടപടികൾ തുടരുകയാണെങ്കിൽ അവർ ഇതുവരെ കാണാത്ത തരത്തിലുള്ള കനത്ത തിരിച്ചടിയായിരിക്കും, ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇറാൻ യാതൊരു തരത്തിലും പിന്നോട്ടില്ല, എല്ലാം കൊണ്ടും മുന്നോട്ടാണ്. അതായത് സൈനികർക്ക് സൈനികർ, ആയുധങ്ങൾക്ക് ആയുധങ്ങൾ, ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അമേരിക്കയെ വീണ്ടും വിറപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും മുൻകാല സംഘർഷങ്ങളിൽ നിന്ന് നിർണായകമായിട്ടുള്ള സൈനിക പാഠങ്ങൾ ടെഹ്റാൻ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നും യുദ്ധം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് നിരവധി അപ്രതീക്ഷിത സർപ്രൈസുകൾ നിറഞ്ഞതായിരിക്കുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത്. അതായത് വലിയൊരു സർപ്രൈസ് നിങ്ങൾക്ക് ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. ടെഹ്റാനിൽ നിന്ന് തന്നെയാണ്, കൊണ്ടും കൊടുത്തും ഒക്കെ ടെഹ്റാനെ നിങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ടെഹ്റാനിൽ നിന്ന് ഞങ്ങൾ ഇനി നിങ്ങൾക്ക് തരാൻ പോകുന്നത് വലിയൊരു സർപ്രൈസ് ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. അത് മാത്രമല്ല, അതിന്റെ പ്രത്യാഘാതം ഏറ്റവും വലുതായിരിക്കും എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാൻ നൽകുന്നത്. തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ച് US ആയുധസേനയുടെ 42 യുദ്ധവിമാനങ്ങൾ തകർക്കുകയോ കനത്ത കേടുപാടുകൾ വരുത്തുകയോ ചെയ്തിട്ടുണ്ട് എന്ന US കോൺഗ്രസ് റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ ഈ ഒരു പ്രതികരണം നടന്നിരിക്കുന്നത് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ലോകത്തിലെ അത്യാധുനികമായിട്ടുള്ള യുദ്ധവിമാനമായിട്ടുള്ള F-35 ആദ്യമായിട്ട് വെടിവെച്ചിട്ടത് തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളാണ് എന്ന് അവകാശപ്പെട്ട ടെഹ്റാൻ ഈ ഒരു ആക്രമണങ്ങളിലൂടെ അമേരിക്കയ്ക്ക് $2.6 ബില്യൺ മെറ്റീരിയൽ നഷ്ടം വരുത്തിയതായിട്ടും കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനിടയിലാണ് ഈ കനത്ത ഭീഷണി ഉള്ളതും. എന്തായാലും മുൻകാല സംഘർഷങ്ങളിൽ നിന്ന് നിർണായകമായിട്ടുള്ള സൈനിക പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നും യുദ്ധം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞാൽ അമേരിക്ക ഇന്നേ വരെ കാണാത്ത രീതിയിൽ നിരവധി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും കരുതി വെച്ചിട്ട് അതുകൊണ്ട് തന്നെ തങ്ങളെല്ലാം കരുതി വെച്ചിട്ടുണ്ട് എന്നും അരാഗ്ചി വ്യക്തമാക്കുകയാണ്. സൈന്യം കൊണ്ട് ഞങ്ങൾ സജ്ജമാണ്, ആയുധങ്ങൾ കൊണ്ട് ഞങ്ങൾ സജ്ജമാണ്, ഏത് നിമിഷവും ഞങ്ങൾ അതെടുത്ത് പ്രയോഗിക്കും, ഇനി യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല എന്നാണ് ഇറാൻ നൽകുന്ന സന്ദേശം. താൽക്കാലിക വെടിനിർത്തൽ ലംഘിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് മേൽ പുതിയ ആക്രമണ ഭീഷണികൾ മുഴക്കുന്ന പശ്ചാത്തലത്തിൽ പോലും ആവശ്യമെങ്കിൽ കൂടുതൽ പുതിയ യുദ്ധമുന്നണികൾ തുറക്കാമെന്ന നിലപാടിലാണ് ഇറാൻ സൈന്യം ഉള്ളത്. അമേരിക്കയും ഇസ്രയേലും ശത്രുപരമായിട്ടുള്ള നടപടികൾ തുടരുകയാണെങ്കിൽ അതിന് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. നമുക്കറിയാം, മുൻകാല സംഘർഷങ്ങളിൽ നിന്ന് നിർണായകമായിട്ടുള്ള സൈനിക പാഠങ്ങൾ ടെഹ്റാൻ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നും യുദ്ധം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് നിരവധി അപ്രതീക്ഷിത തിരിച്ചടികളും സർപ്രൈസുകളും നിറഞ്ഞതായിരിക്കുമെന്നാണ് ഈ അബ്ബാസ് അരാഗ്ചി എക്സിലൂടെ കുറിച്ചിരിക്കുന്നത്. ഇത് വെറും ഒരു കുറിപ്പല്ല, വെറും ഒരു ഭീഷണിയുമല്ല, ഇത് അമേരിക്കയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു താക്കീത് അല്ലെങ്കിൽ ഒരു ഭീഷണി കൂടിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും അമേരിക്ക അങ്ങോട്ട് പോയി ചോദിച്ചു വാങ്ങിയിരിക്കുകയായിരുന്നു. ഭീഷണി മാത്രം പെടുത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും അമേരിക്ക ഈ ഇറാനെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ ഏത് നിമിഷവും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ആക്രമണം നടക്കാം എന്നുള്ള ഒരു അവസാന വാണിംഗ് ആണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, സമാധാന കരാറിൽ ഒപ്പുവെക്കാൻ ഇറാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2-3 ദിവസത്തെ സമയപരിധി നൽകിയിട്ടുണ്ട്. ഇതിനുള്ളിൽ കരാറായില്ല എങ്കിൽ കനത്ത വ്യോമാക്രമണം പുനരാരംഭിക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. പക്ഷെ അത് നടക്കില്ല. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നീക്കത്തിൽ ട്രംപിന് ഇനി യുദ്ധം ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾ രാവിലെ വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ വാർ പവേഴ്സ് ആക്ട് അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി യുദ്ധം ചെയ്യാൻ ട്രംപിന് കഴിയില്ല. പക്ഷെ ട്രംപിന് യുദ്ധം ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ആകെ മൊത്തത്തിൽ പ്രശ്നമാകും. കാരണം ട്രംപിന്റെ ഇപ്പോൾ സുരക്ഷാ ഭീഷണിയെ മുൻനിർത്തി വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ഇറാന്റെ പാർലമെന്റിൽ ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും തലയെടുക്കാനുള്ള ചർച്ചകൾ നടക്കുകയാണ്. അവിടെ ചില നിർണായക
നിർണായക നീക്കങ്ങൾ നടക്കുകയാണ്. അപ്പം സുരക്ഷിതത്വം എന്ന് പറയുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇനി വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ്. ഇല്ലെങ്കിൽ ഏത് സമയവും അത് സംഭവിക്കാം. എന്തായാലും ചർച്ചകൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൈനിക നടപടിക്ക് അമേരിക്ക പൂർണ്ണ സജ്ജമാണെന്ന് US വൈസ് പ്രസിഡന്റ് JD വാട്സ് വ്യക്തമാക്കിയിരുന്നു. എങ്കിലും നയതന്ത്രപരമായിട്ടുള്ള ഒരു പരിഹാരത്തിനാണ് തങ്ങൾ ഇപ്പോഴും ശ്രമിക്കുന്നത് എന്നും വാട്സ് കൂട്ടിച്ചേർക്കുകയാണ്. അതായത് അമേരിക്കയ്ക്ക് ഒരു ഭയമുണ്ട്, മാത്രമല്ല ഈ വെല്ലുവിളികൾ നടത്തുന്നുണ്ടെങ്കിലും ആ ആക്രമണത്തിലേക്ക് എത്തിച്ചേരാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല, ട്രംപിന് സാധിക്കുന്നില്ല. പ്രസ്താവനകൾ ഇറക്കാൻ മാത്രമേ ഇരു രാജ്യങ്ങൾക്കും സാധിക്കുന്നുള്ളൂ. അപ്പൊ ഇരു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വെല്ലുവിളി കൂടിയാണ്. എന്തായാലും US-ന്റെ ഏതൊരു നീക്കത്തെയും തടയാൻ തങ്ങളുടെ മിസൈലുകൾ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ് ഇറാൻ ഇത്തരം കാര്യങ്ങൾ വളരെ വിപുലമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. താൽക്കാലിക വെടിനിർത്തൽ സമയം തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാനാണ് ഉപയോഗിച്ചത് എന്നും ഇറാൻ പറയുന്നുണ്ട്. ആഗോള പ്രതികരണങ്ങളും പ്രത്യാഘാതങ്ങളും ഇതിനോടകം തന്നെ നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. അതായത് റഷ്യ ചൈന കൂടിക്കാഴ്ച ഇതിലൊരു നിർണായക ഘടകമാണ്. ചൈനീസ് പ്രസിഡന്റ് ഷിങ് ജിൻപിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ബീജിംഗിൽ എത്തി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു യുദ്ധം ഉണ്ടാകുന്നത് ഒട്ടും അഭികാമ്യമല്ല എന്നും സമഗ്രമായിട്ടുള്ള വെടിനിർത്തലാണ് ആവശ്യമെന്നും ഷിങ് ജിങ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അത് എങ്ങനെയായിരിക്കും ഇനി ഈ ഇരു രാജ്യങ്ങൾ അതിനെ നോക്കിക്കാണുക എന്നത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഇരു രാജ്യങ്ങളും ഇറാനോട് നല്ല ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾ കൂടിയാണ്. അപ്പോൾ എന്തായിരിക്കും അടുത്ത ഇറാന്റെ ഇതിനോടുള്ള മറുപടി എന്നും കൂടി നമുക്ക് നോക്കിക്കാണണം. ഇനി മറുവശത്ത് ആഗോള വിപണിയിലെ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ തർക്കങ്ങൾ കാരണം ആഗോള ഇന്ധന വിപണി കടുത്ത സമ്മർദ്ദത്തിലാണ്. വ്യോമപാതകൾ അടച്ചതുമൂലം ഖത്തർ എയർവേസ് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികളുടെ വാർഷിക ലാഭത്തിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇറാൻ അന്നും ഇന്നും ഈ ഒരു യുദ്ധം തുടങ്ങുമ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തങ്ങൾക്കെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായിട്ട് നീക്കുക, വിദേശത്ത് മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഇറാന്റെ ആസ്തികൾ തിരിച്ചു നൽകുക, തുറമുഖങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന US നാവിക ഉപരോധം അവസാനിപ്പിക്കുക എന്നിവയാണ് ഇറാന്റെ പ്രധാന ആവശ്യങ്ങൾ. ഈ പറയുന്ന ആവശ്യങ്ങൾ US അംഗീകരിച്ചില്ല എങ്കിൽ ഖത്തറും UAEയും അതുപോലെ തന്നെ ലോകരാജ്യങ്ങളും ഇതുപോലെ തന്നെ വലിയ പ്രതിസന്ധി അനുഭവപ്പെടും. എന്തായാലും ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം തുടരുന്നു. താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഇസ്രായേൽ ലെബനനിൽ ആക്രമണം തുടരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം മാറ്റാൻ ഇറാൻ തയ്യാറാകാത്തത്. ഇതിനിടയിലാണ് ഇറാൻ തന്റെ നിർണായക നീക്കവുമായിട്ട് രംഗത്തെത്തുന്നത്. കപ്പലുകൾ കടന്നു പോകുന്നതിനായിട്ട് പ്രത്യേക ട്രാൻസ്മിറ്റ് ഫീസ് ഈടാക്കാനുള്ള നിർദ്ദേശങ്ങളും ഇറാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. നിലവിൽ ഏതാണ്ട് 1500ഓളം ഇന്ധന കപ്പലുകൾ ഈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതിനെ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ അമേരിക്കൻ കോൺഗ്രസിലെ അപ്രതീക്ഷിത വോട്ടെടുപ്പും ഇറാന്റെ കടുത്ത നിലപാടുകളും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ ഒരു യുദ്ധം മുനമ്പിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. സ്വന്തം രാജ്യത്തെ സെനറ്റിൽ നിന്ന് പോലും ട്രംപിന്റെ യുദ്ധമോഹങ്ങൾക്ക് കനത്ത തിരിച്ചടി നേരിട്ടത് ഇറാനെ സംബന്ധിച്ച് വലിയൊരു രാഷ്ട്രീയ വിജയമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. എന്നാൽ ഈ നീക്കം ഇസ്രയേലിനെ കൂടുതൽ പ്രകോപിതരാക്കാനും ട്രംപിന്റെ അമേരിക്കൻ പിന്തുണ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഒറ്റയ്ക്കൊരു കടുത്ത ആക്രമണത്തിന് ബെഞ്ചമിൻ നെതന്യാഹുവിനെ പ്രേരിപ്പിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. എന്തായാലും ട്രംപ് ഇനി വലിയ രീതിയിൽ മുതിരത്തില്ല. കാരണം ട്രംപിന് കുറെ താക്കീതുകളുണ്ട്. അതിനകത്ത് ഒന്നാമത്തതാണ് സെനറ്റ് അംഗങ്ങളുടെ തിരിച്ചടി എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന ഇറാനാണ്. എന്തായാലും മറുവശത്ത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധി ട്രംപിന്റെ പ്രതിച്ഛായക്ക് വലിയൊരു മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. തന്റെ വിദേശ നയങ്ങളെ സ്വന്തം പാർട്ടിക്കാർ പോലും തള്ളിപ്പറയുന്ന ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ട്രംപ് തന്റെ പ്രത്യേക അധികാരാവകാശമായിട്ടുള്ള വിറ്റോ പവർ ഉപയോഗിച്ച് സെനറ്റിന്റെ തീരുമാനത്തെ റദ്ദാക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്കുള്ളിലെ ആഭ്യന്തര രാഷ്ട്രീയ പോരാട്ടം കൂടുതൽ കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും പശ്ചിമേഷ്യയിലെ യുദ്ധഭൂമിയിൽ നിന്ന് ഇപ്പോൾ അമേരിക്കൻ കോൺഗ്രസിലേക്ക് പടർന്നിരിക്കുന്ന ഈ അധികാര പോരാട്ടം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, മറിച്ച് ആഗോള സാമ്പത്തിക സുരക്ഷാ മേഖലകളെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലുള്ള ചർച്ചകൾ വഴി ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകുമോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. അതോ മറ്റൊരു മഹായുദ്ധത്തിലേക്ക് നയിക്കുന്ന തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നത് വരും ദിവസങ്ങളിൽ അറിയാം. എന്തായാലും ഇപ്പോൾ ടെഹ്റാൻ എടുത്തിരിക്കുന്ന ഒരു കനത്ത തിരിച്ചടിയുടെ തീരുമാനത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് അമേരിക്ക വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും അമേരിക്ക ഇതിൽ എന്ത് നയം സ്വീകരിക്കുമെന്നതാണ് നോക്കിക്കാണേണ്ടത്.